ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും യുദ്ധ വാർത്തകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സമാധാന അന്തരീക്ഷം പലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തോടുകൂടി വലിയ ഒരു സമാധാന അന്തരീക്ഷം ലോകത്തിന്റെ ഭാഗങ്ങളിൽ രൂപപ്പെട്ടു വരികയായിരുന്നു. എല്ലാ രാജ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടു. സമാധാന അന്തരീക്ഷത്തിലേക്ക് അവിടെ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം എത്തി, വെടിനിർത്തലിലെത്തി, പരസ്പരം ബന്ദി കൈമാറ്റങ്ങളൊക്കെ നടന്നു. ഒരു സമാധാന അന്തരീക്ഷം അവിടെ രൂപപ്പെട്ടു. ഈ അവസരത്തിലാണ് മറ്റ് രണ്ട് യുദ്ധമുഖങ്ങൾ ലോകത്തിന്റെ രണ്ട് അറ്റങ്ങളിൽ നിന്നായി രൂപപ്പെടുന്നത്. ഒന്ന് അമേരിക്കൻ ഭാഗങ്ങളിലും മറ്റേത് നമ്മുടെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി പ്രശ്നം. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്നുകൊണ്ടിരിക്കുന്നത് കരീബിയൻ കടലിൽ അമേരിക്കൻ നാവികസേന വെനസ്വലൻ ബോട്ടുകളെ ആക്രമിച്ചു എന്നാണ്. പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം യുദ്ധസമാന അന്തരീക്ഷത്തിലേക്ക് പോകുന്നു എന്നും കുറെ വാർത്താ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. US പ്രസിഡന്റ് പറയുന്നത് വെനസ്വലൻ മുങ്ങിക്കപ്പലുകളിൽ മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ചു, ഞങ്ങൾ അതിനെ തടഞ്ഞു എന്നാണ്. വെനസ്വലൻ പ്രസിഡന്റ് നിക്കോളസ് മഡോറയുടെ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് എന്ന് മറിച്ചും മറ്റ് വെനസ്വലയും ആരോപിക്കുന്നു. ഇതാണ് അവിടുത്തെ അവസ്ഥ. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പിന്നെ അതിർത്തി പ്രശ്നമാണ്. അത് തൽക്കാലം വെടിനിർത്തലിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും അത് പരിഹരിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ലോകത്തിന്റെ ഒരു ഭാഗങ്ങളിൽ യുദ്ധം അവസാനിക്കുമ്പോൾ മറുഭാഗങ്ങളിൽ യുദ്ധം തുടങ്ങുമ്പോൾ സാധാരണക്കാർക്കാണ് ഇതിന്റെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരുന്നത്. മറ്റുള്ളവർക്കല്ല, ഉന്നതർക്കല്ല. അവർക്ക് പല ഭാഗങ്ങളിലേക്ക് മാറാനും താമസിക്കാനും പോവാനും ഒക്കെ സാധിക്കും. പക്ഷെ പ്രാദേശികമായി ആ ഭാഗങ്ങളിലുള്ള സാധാരണ ജനങ്ങൾക്കാണ് യുദ്ധമുഖങ്ങൾ നേരിട്ട് എത്തപ്പെടുകയും അവർക്കാണ് ഇത്തരം പ്രയാസങ്ങൾ രൂപപ്പെടുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും യുദ്ധമില്ലാത്തൊരവസ്ഥ രൂപപ്പെടട്ടെ എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. കാരണം സാധാരണ ജനങ്ങളുടെ ആസ്തികളും വീടുകളും ഒക്കെയാണ് ഈ യുദ്ധമുഖം കൊണ്ട്, ഈ രൂപപ്പെടുന്നത് കൊണ്ട്, യുദ്ധം ഉണ്ടാകുന്നത് കൊണ്ട് നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വെനസ്വലൻ അമേരിക്ക ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിർത്തി പ്രദേശങ്ങളിലുള്ള സാധാരണക്കാരുടെ ഒക്കെയാണ് നഷ്ടങ്ങൾ. സാധാരണക്കാർക്കാണ് അതിന്റെ നഷ്ടങ്ങൾ സംഭവിക്കുക, ഉന്നതർക്കല്ല. അതേപോലെ തന്നെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഒരുപാട് ആളുകൾ മരണപ്പെടുകയും ഒരുപാട് നഷ്ടങ്ങൾ അവിടെ സംഭവിക്കുകയും ഒക്കെ നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടതാണല്ലോ. അതൊക്കെ തന്നെയാണ് സാധാരണക്കാർക്കാണ് ഇതിന്റെ നഷ്ടങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും യുദ്ധമുഖങ്ങൾ ലോകത്ത് ഇല്ലാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മയക്കുമരുന്ന് കടത്ത് സംഘങ്ങളുമായി ഒത്ത് കളിക്കുന്നു എന്നൊക്കെയാണ് US-ന്റെ ആരോപണം. മഡോറ കൂടത്തിന് എതിരായ അട്ടിമറി ശ്രമമാണ് എന്ന് അവർ വെനസ്വലയും ആരോപിക്കുന്നു. ലോകത്ത് എണ്ണ നിക്ഷേപമുള്ള ഒരു വലിയ രാജ്യമാണ് വെനസ്വല. എണ്ണ നിക്ഷേപത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് വെനസ്വല. റഷ്യ, ചൈന, ഇറാൻ ഒക്കെയുമായി അവരൊക്കെയുമായിട്ട് സഹകരിച്ചാണ് അവരുടെ എണ്ണ ബിസിനസ് ഒക്കെ നടക്കുന്നത്. ഇത് തന്നെയാണ് ഈ പ്രകോപനത്തിന്റെ ഒരു പ്രധാന കാരണം. US-ന്റെ ഉപരോധം നേരിടുന്ന ഒരു രാജ്യമാണ് വെനസ്വല. അതുകൊണ്ട് തന്നെയാണ് ഈ ഉപരോധത്തിന്റെയും ഒരു പ്രധാന ഘടകം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. US ഉപരോധം നേരിടുന്ന രാജ്യമാണ് വെനസ്വല എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ല. ഇതൊക്കെയാണ് ഈ പ്രകോപനങ്ങൾക്കൊക്കെ കാരണമാകുന്നത്. ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള പ്രകോപനങ്ങൾ വരുമ്പോൾ സാധാരണക്കാർക്കാണ് ഇതിൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ യുദ്ധസമാനമായ സാഹചര്യം അവരുടെ അതിർത്തികളിൽ ഉണ്ടായതാണ്. 1996 താലിബാൻ അധികാരത്തിലെത്തുമ്പോൾ ആദ്യമായി ലോകത്ത് അവരെ അംഗീകരിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. പിന്നീട് അവർ നല്ല ബന്ധത്തിലായിരുന്നു. പിന്നീട് അതിർത്തി പ്രശ്നമാണ് അവരുടെ ഈ തർക്കത്തിന്റെ പ്രധാന കാരണം. ആ തർക്കം അത് രൂപീകരണ കാലം മുതലേ ഉള്ളതാണ് എങ്കിലും
അത് തന്നെയാണ് ഇടക്കിടക്ക് ഈ സംഘർഷങ്ങളിലേക്കൊക്കെ അവർ വീണ്ടും എത്തപ്പെടുന്നത്. ഇപ്പോഴത്തെ സംഘർഷത്തിനും പുതിയ കാരണങ്ങളൊക്കെ ഉണ്ട് എങ്കിലും അതിന്റെ അടിസ്ഥാന കാരണം അതിർത്തി തർക്കം തന്നെയാണ്. ഏതായാലും അതും ഒരു മധ്യസ്ഥ ചർച്ചകളിലൂടെ തൽക്കാലം വെടിനിർത്തലിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും അവിടെയും ഒരു സ്ഥിര വെടിനിർത്തൽ, ഒരു സമാധാനം പുലരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വെനസ്വേല US തർക്കം അതും പരിഹരിക്കപ്പെടട്ടെ. ഒരു യുദ്ധമുഖം ലോകത്തെവിടെയും തുറക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശ പ്രകടിപ്പിക്കാം. അല്ലാതെ നമ്മൾ എന്ത് പറയാം? ഈ യുദ്ധമുഖങ്ങൾ സാധാരണക്കാർക്ക് വലിയ നഷ്ടമാണ്, വലിയ ആഘാതമാണ് സൃഷ്ടിക്കുക എന്നതിൽ ഒരു തർക്കവുമില്ല. അത് തന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കണം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.